നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. താനിതൊരാവശ്യം വിട്ടില്ലേ? അല്ല സൂര്യ, എന്നാലും അയാൾ ആരായിരിക്കും? ആ മുഖം ഞാൻ എവിടെയോ കണ്ടതുപോലെയുണ്ട്. അതിപ്പോ താൻ നഴ്സല്ലേ, ചിലപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയൊന്നുമല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്കിളിന്റെ ഫാമിലി ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാനസെ കാണുമ്പോ ചോദിച്ചു നോക്ക്, അവളെന്താ പറയുന്നതെന്ന് അറിയാലോ. അതിരിക്കട്ടെ, ഭാമയെ കാണാൻ പോയിട്ട് എന്തായി? ഒറ്റയ്ക്കുള്ള ജീവിതം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു? ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സൂര്യ. നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, അവള് നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കും. ആ അമ്പാലിക അവരെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. അതാ സൂര്യ എന്റെയും പേടി. ഇപ്പൊ തന്നെ അവര് മാത്രമേ അഭിയോടും ഭാമയോടും സഹകരിക്കാതെ ഉള്ളൂ. അവര് സഹകരിച്ചില്ലെങ്കിൽ എന്താ, അഭിയും ഭാമയും സന്തോഷത്തോടെ ജീവിക്കില്ലേ? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. അവർക്കിപ്പോ വീടായി, കുട്ടിയായി, കുടുംബമായി. നമ്മളിങ്ങനെയൊക്കെ ജീവിച്ചാ മതിയോ? ചിരിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, കാര്യമായിട്ട് തന്നെ ചോദിച്ചതാ. അതിനെന്താ, നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം വരുമ്പോ നടക്കും. അല്ല മാഡം, എപ്പോഴായി അതിൻ്റെതായ സമയം? നമുക്ക് പ്രായം കുറയല്ല, കൂടുക. എന്ത് പറഞ്ഞാലും താനിങ്ങനെ ചിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അടിയന്തരമായ ചില നടപടികൾ ഉടനെ തന്നെ ഉണ്ടാവണം. ഓ, എന്ത് നടപടി? ഒന്നാമതേ, പരസ്പരം പ്രണയം പറയാതെ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റാക്കി കളഞ്ഞു. അതിന് ഇനി അങ്ങനെ വേസ്റ്റാക്കി കളയാനൊന്നും തീരെ സമയമില്ല. അറിയാലോ, അമ്മയുടെ ഒരു ആഗ്രഹം ഇനി ബാക്കി കിടക്കുക. ഓ, അതെന്താ ആഗ്രഹം? ഞാനത് പ്രത്യേകം പറയണോ? ആ, പറയണം. എന്നാ പറയാം. പറയട്ടെ? വാ. അതേ, ചെവിയില് പറയാനുള്ളതാ. അത് വേണ്ട, ദേ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാ മതി. ചെവി പറയേണ്ടത് ചെവി തന്നെ പറയണം, എന്നാലേ തന്റെ മുഖത്തെ ഭാവങ്ങൾ എനിക്ക് കാണാൻ പറ്റൂ. ചെവി പറഞ്ഞ എങ്ങനെയാ എന്റെ മുഖത്തെ ഭാവങ്ങൾ കാണാൻ പറ്റുന്നേ? അതിന് നേരിട്ട് പറയണം. അങ്ങനെയൊക്കെ പറ്റൂ. അത് എന്നാൽ ഇപ്പൊ അങ്ങനെ പറയണ്ട, എനിക്ക് കേൾക്കും വേണ്ട. അയ്യോ, അത് പറഞ്ഞാ പറ്റില്ല, എനിക്ക് പറയണം. എന്നാലേ ഇവിടെ ഇരുന്നങ്ങ് പറഞ്ഞു. ഭാവന, ഇരിക്കെ. അതെ, മറ്റാരും കേൾക്കാൻ പാടില്ല, അതുകൊണ്ടാ. അതിനിപ്പോ ഇവിടെ മറ്റാരും ഇല്ലല്ലോ. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ, എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ആണോ? എന്നാ അതൊന്ന് കാണണമല്ലോ. ആഹാ, എന്നാലേ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. വേണ്ട, ഞാൻ ചെവി തരാം. പറഞ്ഞോ. അങ്ങനെ വഴിക്കുവാ. പറഞ്ഞോ, എന്താ പറ. അത് ഒളിമിന്നും പുഞ്ചിരിയായി ചിന്നും പൂമഴയോ നിൻമൊഴിയോ ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളേ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ 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 ഭരതേട്ടനാണല്ലോ. ആരാ മോളെ? ഭരതേട്ടനോ മായേച്ചി? ഹലോ,
ഭരത്തെ, മായച്ചല്ലേ? അതെന്താ? എന്റെ ശബ്ദം നിനക്കറിയത്തില്ലേ? അവിടെ ഇപ്പൊ എല്ലാവർക്കും മാറ്റാണല്ലോ. മാറിയത് ഞങ്ങളാണോ അതോ നീയാണോ? ഞാൻ മാറിയതല്ലോ, നിങ്ങളെല്ലാരും കൂടി മാറ്റിയതല്ലേ എന്നെ. ഭരത്തെ, നീ വെറുതെ കാട് കയറി സംസാരിക്കാതെ വിളിച്ച എന്തിനാന്ന് പറ. അത് പറയാൻ തന്നെ ഞാൻ പോകുന്നത്. എന്താ? എന്താ? ഇപ്പൊ നിലവിലുള്ള ബന്ധമെങ്കിലും നിലനിർത്തണമെന്ന് നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേൾക്കണം. ചേച്ചി എന്താ സ്പീക്കറിലുണ്ട്? മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു വന്നത് അരുന്ധതിയുടെ കാര്യ. അരുന്ധതിക്ക് എന്തു പറ്റി? ഇതുവരെ ഒന്നും പറ്റിയില്ല. നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയാ എന്തും സംഭവിക്കാം. എന്താടാ, ഞങ്ങളൊക്കെ അത്രയ്ക്ക് കൊടും ഭീകരരാണോ? ചിലപ്പോഴൊക്കെ അതിലും മുകളിലാ നിങ്ങളുടെയൊക്കെ പെരുമാറ്റം. അതുകൊണ്ടേ എന്റെ ഭാര്യയുടെ അടുത്ത് നിങ്ങൾ ആരും കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട. അത് നീ അവളോട് വേണം പറയാൻ, അല്ലാതെ ഞങ്ങളോടല്ല. നിനക്ക് എന്താടാ, തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഏട്ടന്റെ ഭാര്യയാണെന്ന് നോക്കത്തില്ല, പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ എന്നോട് ചോദിക്കാതെയാണ് അരുന്ധതി വീട്ടിലേക്ക് വന്നത്. ഇനി ആ ഏർപ്പാട് നടക്കത്തില്ല ഇവിടെ. അതാ പറഞ്ഞത്, നീ വേണം അവളോട് പറയാനെന്ന്. അതെങ്ങനെയാ? എന്നെക്കാളും അവളിപ്പോ നിങ്ങളല്ലേ കൂടുതൽ വിശ്വസിച്ചിരിക്കുന്നത്. അവൾക്ക് അറിയില്ലല്ലോ നല്ലതേതാ ചീത്തയാണെന്നുള്ളത്. ഭരത്തെ, നീ ഇപ്പൊ വലിയ ആളാണെന്ന നിന്റെ വിചാരം. അതുകൊണ്ടാണല്ലോ പതിവില്ലാതെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതെ, ഇത്രയും കാര്യം നിങ്ങളാരും എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. നിങ്ങളല്ലേ സ്വയം കെട്ടിലമ്മ ചമഞ്ഞ് ഞങ്ങളുടെ കുടുംബം കൈയടക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അരുന്ധതിയും കൂടി പറഞ്ഞ് മയക്കി ഒപ്പം നിർത്താമെന്നുള്ള വ്യാമോഹമൊന്നും ഇനി അവിടെ ആർക്കും വേണ്ട. ഇത്രയും കാലം ഭരിച്ചു മുടിച്ചതുപോലെ ഇനി നിങ്ങൾ എന്നെ അങ്ങോട്ട് ഭരിച്ചോ. എന്താ ഏട്ടാ ആരോട് ഈ സംസാരിക്കുന്നറിയോ? ഓഹോ, അപ്പൊ നീയുണ്ടായിരുന്നു അവിടെ. എന്നാ നീ കേട്ടോ, വർഷങ്ങളായിട്ട് നമ്മുടെ കുടുംബത്തിൽ കടിച്ചു നോക്കി കിടക്കുന്ന ആ സ്ത്രീയോട് തന്നെയാ ഇതൊക്കെ പറഞ്ഞത്. ഭരത്തെ, നീ ഇപ്പൊ പറയുന്ന വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് നീ മറക്കരുത്. ഇവിടെ ഞാൻ എന്നെ തന്നെ മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ മറക്കാൻ പോകുന്നത്. എനിക്കറിയാം ഇനി എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം. ഇനി എന്റെയോ എന്റെ ഭാര്യയുടെയോ കാര്യത്തിൽ ഇടപെടാൻ ആരും വന്നേക്കരുത്. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്താ ഇതൊക്കെ? നമ്മുടെ ഭർത്താവ് തന്നെയാണോ ഈ സംസാരിച്ചത്? എനിക്കറിയില്ല ബാനു, അവനെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേട്ടത്. എന്താ മായ, നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? എന്താ നിനക്കെന്താ പറ്റിയത്? എന്താ പന പ്രശ്നം? എടി എന്താന്ന്? അവൻ ഇത്രയ്ക്ക് അഹങ്കാരോ ഇന്നത്തോടെ കാണിച്ചു കൊടുക്കും.